അപ്പോൾ നമ്മുടെ ICDS 1, ICDS 2, ICDS 3 നമ്മൾ നോക്കി. അപ്പോൾ നാലാമത്തെ ICDSലോട്ട് പോകണം. ICDS 1 നമ്മുടെ അക്കൗണ്ടിങ് പോളിസി ആയിരുന്നു, 2 വാല്യൂഷൻ ഓഫ് ഇൻവെന്ററി, 3 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. സോ നൗ വി ആർ മൂവിങ് ടു ICDS 4 റവന്യൂ റെക്കഗ്നിഷൻ. കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിൻ്റെ റവന്യൂ റെക്കഗ്നിഷൻ ICDS 3 ഗവേൺ ചെയ്തുകൊണ്ട് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിൻ്റെ റവന്യൂ റെക്കഗ്നിഷൻ ഇവിടെ വരില്ല. അപ്പോൾ വേറൊരു ICDSൽ ഇൻകം റെക്കഗ്നിഷൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ICDS സ്പെസിഫിക്കലി പ്രിവൈൽ ചെയ്യും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇൻകം റെക്കഗ്നിഷനെ പറ്റി വേറെ ICDSലൊന്നും പറയാത്ത കേസുകളല്ല ഇവിടെ കവർ ചെയ്യും. എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി ഇതിനകത്ത് വരുന്ന കവറേജ് ഒന്ന് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. സെയിൽ ഓഫ് ഗുഡ്സ് ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. 2 സർവീസസ്, റെൻഡറിങ് ഓഫ് സർവീസസ്, പ്രൊവൈഡിങ് സർവീസസ്, സർവീസ് ട്രാൻസാക്ഷൻസിൻ്റെ ഇൻകം റെക്കഗ്നിഷൻ്റെ ക്രൈറ്റീരിയ ICDS 4 ആണ് ടാക്സിൽ. സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ ക്രൈറ്റീരിയ ICDS 4ലാണ്. യൂസ് ബൈ അതേഴ്സ് ഓഫ് ദ പേഴ്സൺസ് റിസോഴ്സസ് yielding ഇൻട്രസ്റ്റ് ഇൻകം, റോയൽറ്റി ഇൻകം, ഡിവിഡൻഡ് ഇൻകം. ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്ന ഏത് സോഴ്സിൽ നിന്നാണ്? റിസോഴ്സിൽ നിന്നാണ്. ലോൺ, ഫണ്ട്. റോയൽറ്റിയോ ടെക്നോളജി, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്. ഡിവിഡൻഡോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയറിൽ നിന്ന്. അപ്പോൾ ഇവിടുത്തെ ഈ പൈസ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഷെയർ, ഇതാണ് ഇവിടുത്തെ മറ്റൊരു പേഴ്സൻ്റെ റിസോഴ്സ്. ആ റിസോഴ്സിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകമാണ് ഇൻട്രസ്റ്റ്, റോയൽറ്റി, ഡിവിഡൻഡ്. ഇൻട്രസ്റ്റ്, റോയൽറ്റി, ഡിവിഡൻഡ് തുടങ്ങിയ ഇൻകത്തിൻ്റെ റവന്യൂ റെക്കഗ്നിഷൻ്റെ ക്രൈറ്റീരിയ പറയുന്നത് എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യണം, എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, അതിനെപ്പറ്റി പറയുന്നത് ICDS 4ലാണ്. സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ ഇൻകം എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യണം ഇവിടെ പറയുന്നത്. സർവീസ് കോൺട്രാക്റ്റിൻ്റെ ഇൻകം എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് പറയുന്നത് ICDS 4ലാണ്. ഇതാണ് കവറേജ്. അപ്പോൾ ഇതിൽ വരാത്ത ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ റവന്യൂ റെക്കഗ്നിഷനെ പറ്റി മറ്റേതെങ്കിലും ICDSൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ ICDS 4. അതൊരിക്കലും ICDS 4ൽ കവർ ചെയ്യില്ല. അതിന് വേറൊരു ICDSൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൺസേൺഡ് ICDS ഉപയോഗിക്കുക. അതിൽ കവർ ചെയ്യാത്ത കേസിൽ മാത്രമേ നമ്മൾ ICDS 4ലേക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ ജനറൽ റവന്യൂ റെക്കഗ്നിഷൻ ICDS 4 ആണ്. സ്പെസിഫിക്കലി ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് നമ്മൾ പഠിച്ചല്ലോ, ICDS 3 ഉണ്ടല്ലോ. അപ്പോൾ അത് ICDS 3ൽ മാത്രമേ എടുക്കാവൂ ഇൻകമായിട്ട്. ശരി, അപ്പോൾ ഇനി എന്തൊക്കെയാണ് ICDS 4നകത്ത് പ്രധാനമായിട്ട് റവന്യൂ റെക്കഗ്നിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സുപ്രധാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആ പ്രിൻസിപ്പിളിലേക്ക് സ്ട്രൈറ്റ് അവേ നമ്മൾ പോവാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പ് ഉള്ള കേസുകളിൽ ഏജന്റിന്റെ വരുമാനം എന്ന് പറയുന്നത് പ്രിൻസിപ്പലിന് വേണ്ടി ഗുഡ്സ് വിറ്റ് കൊടുക്കുമ്പോൾ ആ ബയ്യറുടെ നിന്ന് കിട്ടുന്ന മൊത്തം പൈസയും അവൻ്റെ വരുമാനം എന്ന് പറയാൻ കഴിയില്ലല്ലോ. കാരണം പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പ് വരുമ്പം സാധനം വാങ്ങിച്ച് വിറ്റ് കൊടുക്കുന്നത് അവന് കമ്മീഷനല്ലേ കിട്ടുന്നത്. പക്ഷെ പലപ്പോഴും ഡെൽക്രെഡർ ഏജന്റോ അല്ലെങ്കിൽ അതുപോലത്തെ ടൈപ്പ് ഓഫ് ഏജന്റ് ആണെങ്കിൽ ഈ സെല്ലർ ഏജന്റ് ബയ്യറുടെ നിന്ന് മൊത്തം പൈസ മേടിച്ചിട്ട് പ്രിൻസിപ്പലിന് കൊടുക്കുവാണ്. എന്നിട്ട് അവൻ്റെ കമ്മീഷൻ ചിലപ്പോൾ റീറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കൊടുക്കും. അപ്പോൾ അവിടെ അങ്ങനെ വരുന്ന കേസിൽ ആ ഏജന്റിന്റെ ഇൻകം എന്ന് പറയുന്നത് ആ കമ്മീഷൻ മാത്രമാണോ അതോ ആ കംപ്ലീറ്റ് സെല്ലിംഗ് പ്രൈസ് കൊണ്ട് ഇൻകോട്ട് എടുക്കണോ? ലോജിക്കലി സ്പീക്കിംഗ് കമ്മീഷൻ മാത്രമാണ് ഇൻകം. അത് തന്നെയാണ് ICDSും പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ICDSും ആ പ്രിൻസിപ്പിൾ പറയുവാണ്. ദാറ്റ് ഈസ് ഏജൻസി റിലേഷൻഷിപ്പ് ഉള്ള കേസാണ് എന്നുണ്ടെങ്കിൽ ദ റവന്യൂ മീൻസ് ഓൺലി കമ്മീഷൻ, ഓൺലി ദ കമ്മീഷൻ, അല്ലാതെ അവിടെ ഗ്രോസ് റെസീറ്റ്സ് എടുക്കണ്ട. ആ ഗ്രോസ് ഇൻഫ്ലോ അവിടെ ഇൻകം ആയിട്ട് എടുക്കേണ്ട, വരുമാനമായിട്ട് റിക്കഗ്നൈസ് ചെയ്യേണ്ട. അപ്പം ഏജന്റിന്റെ P&L അക്കൗണ്ട് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻകത്തിൽ കമ്മീഷൻ എടുത്താൽ മതി, അല്ല അയാൾ മൊത്തം വിറ്റ് അയാൾ റൂട്ട് ചെയ്തിരിക്കുന്ന പൈസ എടുക്കേണ്ടതാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ്. ഓക്കെ, ദിസ് ഈസ് എ വെരി ഗുഡ് പോയിന്റ്. 2, ഇനിയാണ് അവിടെ ഏറ്റവും പ്രധാനമായി മെയിൻ ആയിട്ടുള്ള റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ പറയുക. സെയിൽ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറയാണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഇൻകം റെക്കഗ്നൈസ് ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ. അപ്പോൾ റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യായമായും ആ പൈസ കിട്ടുമെന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഉറപ്പ് മതി സാർ. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിലോ അതിനെപ്പറ്റി അവരൊന്നും മിണ്ടിയിട്ടില്ല. റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ ഉണ്ടെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സിനെ സംബന്ധിച്ച് ഇൻകം റെക്കഗ്നൈസ് ചെയ്യാം. ആക്ച്വലി നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 നോക്കുമ്പോഴും റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ ഉണ്ടെങ്കിൽ ഇൻകം എടുക്കാവും. പക്ഷെ അവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും തരത്തിൽ ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്താൽ റെക്കഗ്നിഷൻ പോസ്റ്റ്പോൺ ചെയ്യണം എന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 അത് പറയും. കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 അക്കൗണ്ടിങ് പോളിസിക്കകത്തൊരു വളരെ ബേസിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ആ ഫണ്ടമെന്റൽ പില്ലറിനെ ബേസ് ചെയ്ത കംപ്ലീറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൂഡൻസ്. ബട്ട് വെൻ ഇറ്റ് ഈസ് കം ടു ദ ICDSന്റെ മദർ ICDSൽ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് പ്രൂഡൻസ് എന്ന് പറയുന്ന സാധനം മിസ്സിംഗ് ആണ്. അപ്പോൾ പ്രൂഡൻസ് എന്ന് പറയുന്ന സാധനം മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഒരിക്കലും പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. റീസണബിൾ സെർട്ടനിറ്റി ഓഫ് ഇപ്പോൾ റീസണബിൾ സെർട്ടനിറ്റി ആബ്സെൻ്റ് ആണ്, ഓക്കെ, റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുക. പക്ഷേ റീസണബിൾ സെർട്ടനിറ്റി ഉണ്ട് എങ്കിലും എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റിയുടെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, അത് പോകാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് റിക്കഗ്നീഷൻ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റത്തില്ല, ഇമ്മീഡിയറ്റ്ലി റിക്കഗ്നൈസ് ചെയ്യണം. അപ്പം നെറ്റ് എഫക്റ്റ് എന്താ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ റീസണബിൾ സെർട്ടനിറ്റി ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ റീസണബിൾ സെർട്ടനിറ്റി ഉണ്ട് പക്ഷേ എന്തെങ്കിലും തരത്തിലൊരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുന്ന കേസിൽ തൽക്കാലം പോസ്റ്റ്പോൺ ചെയ്യും. നമ്മൾ റിക്കഗ്നീഷൻ പോസ്റ്റ്പോൺ ചെയ്യും, അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ അൺസർട്ടനിറ്റി മാറിയിട്ട് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റ്പോൺമെന്റ് നമ്മുടെ ICDSനകത്ത് പോസിബിൾ അല്ല. അപ്പോൾ എന്ത് പറ്റും? അക്കൗണ്ട്സിൽ റിക്കഗ്നൈസ് ചെയ്യാത്ത സെയിൽ ഓഫ് ഗുഡ്സിന്റെ ഇൻകം ICDSൽ ഇൻകം ടാക്സിൽ റിക്കഗ്നൈസ് ചെയ്യേണ്ടി വരും. നെറ്റ് എഫക്റ്റ് എന്താ? ആ ഇനിഷ്യൽ ഇയറിൽ അക്കൗണ്ട്സിലെ ഇൻകം കുറവും ടാക്സിലെ ഇൻകം കൂടുതലായിരിക്കും, നിങ്ങൾ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതേസമയം ഇൻട്രസ്റ്റ് റോയൽറ്റി ഡിവിഡൻഡ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുടെ, മേളിൽ പറഞ്ഞില്ലേ യൂസ് ഓഫ് അതർ പേഴ്സൺസ് റിസോഴ്സസ്, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ, അപ്പോൾ ആദ്യം പറഞ്ഞ ആദ്യത്തെ സെയിൽ ഓഫ് ഗുഡ്സിനെ പറ്റിയാണ്, അതാണ് നമ്മളിവിടെ പറഞ്ഞ സെയിൽ ഓഫ് ഗുഡ്സ്. ഇപ്പോൾ ഇത് രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്ന ഈ അതർ പേഴ്സൻ്റെ ഈൽഡ് ചെയ്യുന്ന സാധനം. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രാക്ടിക്കൽ ഇൻട്രസ്റ്റ് റോയൽറ്റി ഡിവിഡൻഡ്, അത് ഇൻകം റിക്കഗ്നൈസ് ചെയ്യാൻ റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ വേണ്ടെന്ന്. സാറേ അതുപോലും വേണ്ടേ? കിട്ടുന്നൊരു ഉറപ്പ് പോലും വേണ്ട. ഇല്ല, കിട്ടുന്നൊരു ഉറപ്പ് പോലും വേണ്ടെന്ന്. ഇൻട്രസ്റ്റ് റോയൽറ്റി ഡിവിഡൻഡിനെ സംബന്ധിച്ച് റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ നോട്ട് എ ക്രൈറ്റീരിയ. പക്ഷെ അതിനകത്ത് ഡിവിഡൻഡിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പിന്നീട് അവർ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് എടുത്താൽ മതിയെന്ന്. സാധാരണ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിവിഡൻഡ് നമ്മൾ ഇൻകമായിട്ട് എടുക്കുന്നത് റെസീറ്റ് ബേസിസിലാണ്, ആക്ട് പ്രകാരം. അതുകൊണ്ട് അവിടെ നമുക്ക് ഡിവിഡൻഡിനെ ഒഴിവാക്കാം. പിന്നെ ഇനി എന്തൊക്കെയുള്ള രണ്ട് ഐറ്റം, ഒന്ന് ഇൻട്രസ്റ്റ്, മറ്റൊന്ന് റോയൽറ്റി. ഇൻട്രസ്റ്റും റോയൽറ്റിയെ സംബന്ധിച്ച് ടേംസ് ഓഫ് ദ കോൺട്രാക്ട് പ്രകാരം നിങ്ങൾ ഇത്ര ലോൺ കൊടുത്തിട്ടുണ്ട്, ആ ലോണ് അത്രയും പൈസ ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ആ ലോണിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് എഗ്രിമെൻറ്റിൽ പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യുക, ആ ഇൻട്രസ്റ്റ് അക്രൂ ആയിട്ട് കാണിക്കുക. സാറേ ആ ഇൻട്രസ്റ്റ് കിട്ടോ ഇല്ലെന്ന് നോക്കണ്ടേ? കിട്ടോ ഇല്ലെന്ന് നോക്കല്ലെന്ന്, കിട്ടുമോ ഇല്ലെന്ന് നോക്കണ്ടെന്ന്. അപ്പോൾ ഇൻട്രസ്റ്റ്, റോയൽറ്റി തുടങ്ങിയ ഇൻകം, മറ്റൊരു വ്യക്തിയുടെ റിസോഴ്സിൽ നിന്ന് ഈൽഡ് ചെയ്യുന്ന ഇൻകം, ആ ഇൻകം റിക്കഗ്നൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ അല്ല. You see that word reasonable certainty of ultimate collection is not a criteria. So in this case, not a criteria means regarding the interest, it will be accrued, അല്ലെങ്കിൽ it will be recognized as income on accrual basis. At the same time, അപ്പോൾ ഇൻട്രസ്റ്റിനെ സംബന്ധിച്ച് അതാണ്, ഇൻട്രസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിനെ സംബന്ധിച്ച് രണ്ട് ടൈപ്പായിട്ട് ഇൻട്രസ്റ്റ് നമുക്ക് മാറ്റാം. എന്തെങ്കിലും നികുതികളുടെ, ഡ്യൂട്ടിയുടെ, ടാക്സിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഓൺ റെസീറ്റ് ബേസിസ്, അത് മാത്രം റെസീറ്റ് ബേസിൽ എടുക്കാം. പക്ഷെ ബാക്കി കംപ്ലീറ്റ് ഇൻട്രസ്റ്റും അതർ ഇൻട്രസ്റ്റും അക്രൂവൽ ബേസിസിൽ കോൺട്രാക്റ്റിൽ നിൽക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണോ, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങ് അപ്ലൈ ചെയ്യണമെന്ന്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് അപ്ലൈ ചെയ്യുന്ന അത്രയും ഇൻകം നിങ്ങൾ ഇൻകമായിട്ട് റിക്കഗ്നൈസ് ചെയ്യണമെന്നാണ് ഈ പറയണത്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു പ്രൊവിഷനാണിത്. നോക്കൂ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഒരിക്കലും എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, നമുക്കതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ കയറി നമ്മൾ അതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് അപ്ലൈ ചെയ്തെടുക്കത്തില്ല. അവിടെ റീസണബിൾ സെർട്ടനിറ്റി ഉണ്ടോ, അത് കിട്ടുന്ന ഉറപ്പുണ്ടോ? ചില കേസിൽ നമ്മൾ വെർച്വൽ സെർട്ടനിറ്റി തന്നെ ഉണ്ടെങ്കിൽ പ്രൂഡൻസ് കാരണം നമ്മളത് ഇൻകത്തിൽ റിക്കഗ്നൈസ് ചെയ്യുള്ളൂ. പക്ഷേ ICDS പ്രകാരം ഇൻട്രസ്റ്റ് ഇൻകം റിക്കഗ്നൈസ് ചെയ്യാൻ റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ വേണ്ട, റോയൽറ്റി ഇൻകം റിക്കഗ്നൈസ് ചെയ്യാൻ റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ വേണ്ട, ഡിവിഡൻഡിനും അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഒരു സ്ഥലത്ത് ഇതേ ICDSൽ തന്നെ പറയുന്നുണ്ട്, ഡിവിഡൻഡ് ഇൻകത്തിൻ്റെ റിക്കഗ്നിഷൻ ഷുഡ് ബി ഗവേൺഡ് ബൈ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നുണ്ട്. ഇൻകം ടാക്സ് ആക്ടിൽ സാധാരണ റെസീറ്റ് ബേസിസിലാണ് ഡിവിഡൻഡ് ടാക്സ് ചെയ്യുക. വാട്ട് അബൌട്ട് സർവീസ് കോൺട്രാക്ട്? ഓക്കെ, റിഗാർഡിംഗ് സർവീസ് കോൺട്രാക്ട്. സർവീസ് കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ഡീവിയേഷനാണ്, നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് വളരെ വലിയ ഡീവിയേഷനാണ്. അപ്പോൾ അവിടെ അവർ പറയുന്നത് സർവീസ് കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് യു ഹാവ് ടു ഫോളോ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ്. യു മസ്റ്റ് ഫോളോ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ്. സത്യം പറഞ്ഞ സർവീസ് കോൺട്രാക്ട്, എല്ലാ സർവീസ് കോൺട്രാക്റ്റിനും പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് അത്ര ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ലത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ചോയ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡോ അതല്ലെങ്കിൽ പിന്നെ കംപ്ലീറ്റഡ് കോൺട്രാക്ട് മെത്തേഡോ വെച്ചിട്ട് ഫോളോ ചെയ്യാം. കാരണം പിന്നെ ആ സബ്സ്റ്റൻസ് നോക്കിയിട്ട്, നാച്ചർ ഓഫ് ദ ട്രാൻസാക്ഷൻ നോക്കിയിട്ട്, സർവീസ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഓപ്ഷൻ ഉണ്ട്, ചോയ്സ് ഉണ്ട്. ICDSൽ ചോയ്സ് തന്നിട്ടില്ല. അവർ അതിന് പകരം പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് പീരീഡ് കോൺട്രാക്ട് ആണെങ്കിൽ 90 ദിവസത്തിൽ കൂടുതലില്ലാത്ത 3 മാസത്തിൽ താഴെ, 90 ഡേയ്സിന് താഴെയുള്ള ഷോർട്ട് പീരീഡ് സർവീസ് കോൺട്രാക്റ്റുകളാണെങ്കിൽ കംപ്ലീറ്റഡ് കോൺട്രാക്ട് മെത്തേഡ് നിങ്ങൾക്ക് എടുക്കാം. എന്ന് വെച്ചാൽ കോൺട്രാക്ട് ആ വർക്ക് സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻകം റിക്കഗ്നൈസ് ചെയ്താൽ മതി. ലെസ് ദാൻ 90 ഡേയ്സ് ആണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ സർവീസ്
ലെസ് ദാൻ 90 ഡേയ്സ്. അപ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ സർവീസ് ലെസ് ദാൻ 90 ഡേയ്സ് ആണെങ്കിൽ യു ക്യാൻ ടേക്ക് കംപ്ലീറ്റഡ് മെത്തേഡ്. അതല്ലാത്ത എല്ലാ കേസിലും പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് ചൂസ് ചെയ്യണം. അതേസമയം ഇൻഡിറ്റർമിനേറ്റ് നമ്പർ ഓഫ് ആക്ട് ഇൻവോൾവ് ചെയ്യുന്ന ഭയങ്കര വലിയൊരു സർവീസ് ഫോർ 4 ഇയേഴ്സ് അല്ലെങ്കിൽ 5 ഇയേഴ്സ് മെയിൻ്റനൻസ്, ഒരുപാട് ആക്ടിവിറ്റികൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ലോങ് പീരീഡ് സർവീസാണ്, 5 വർഷമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ആക്ട് ആണ്. ഒരു പർട്ടിക്കുലർ ആക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റേജ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് POCM പോലെ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഇൻഡിറ്റർമിനേറ്റ് ആക്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്കുള്ള വലിയ കോൺട്രാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ഓവർ ദ പീരീഡ് ഇൻകം കാണിക്കാൻ. എന്ന് വെച്ചാൽ 5 വർഷത്തെ സർവീസ് കോൺട്രാക്റ്റ് ആണെങ്കിൽ 5 വർഷം ഡിവൈഡ് ബൈ 5, ഓരോ വർഷവും അതാത് വർഷത്തെ പ്രൊപ്പോർഷൻ ഈക്വലി സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ഈക്വലായിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5 വർഷമായിട്ട് റവന്യൂ കാണിക്കുക. അതാണ് ഈ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. 90 ഡേയ്സിൽ താഴെയുള്ള കോൺട്രാക്റ്റുകളാണ് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് മെത്തേഡ്. ഇത് രണ്ടും അല്ലാത്ത കോൺട്രാക്ട്, ഏത് 90 ദിവസത്തിന് താഴെയുമല്ല എന്നാൽ 90 ദിവസത്തിന് മുകളിലാണ്, ഇൻഡിറ്റർമിനേറ്റ് ആക്ട് ഇൻവോൾവ് ചെയ്യുന്നതുമല്ല. അങ്ങനെ അതല്ലാത്ത എല്ലാ സർവീസ് കോൺട്രാക്റ്റുകളുടെ കേസിലും യു ഹാവ് ടു ഫോളോ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ്. നമ്മുടെ പ്രീവിയസിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് സർവീസ് റെൻഡർ ചെയ്ത് കഴിഞ്ഞോ അതിൻ്റെ പ്രപ്പോർഷൻ റവന്യൂ കാണിക്കുക. ഇതാണ് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ്. വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഓപ്ഷൻ ഇല്ല. ആകെയുള്ള ഓപ്ഷൻ രണ്ട് കാര്യം തീർത്ത് പറഞ്ഞിട്ടുണ്ട്. 90 ദിവസത്തിന് താഴെയുള്ള കോൺട്രാക്റ്റ് ആണോ, കംപ്ലീറ്റഡ് കോൺട്രാക്ട് മെത്തേഡ് ഉപയോഗിച്ചോളൂ, കോൺട്രാക്ട് കംപ്ലീറ്റഡ് ഇൻകം റെക്കഗ്നൈസ് ചെയ്തോളൂ. 90 ദിവസത്തിന് മുകളിൽ പക്ഷേ ഇൻഡിറ്റർമിനേറ്റ് നമ്പർ ഓഫ് ആക്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒരു സ്റ്റേജ് വെച്ച് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ POCM പറ്റാത്ത ഇൻഡിറ്റർമിനേറ്റ് നമ്പർ ഓഫ് ആക്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്കുള്ള കോൺട്രാക്ട് ആണെങ്കിൽ ഓവർ ദ സ്പെസിഫൈഡ് പീരീഡ് ആ സർവീസ് കോൺട്രാക്ട് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ബേസിസിൽ ഇൻകം റെക്കഗ്നൈസ് ചെയ്യുക. റീസണബിൾ സർട്ടനിറ്റി അതൊന്നും പറയുന്നില്ല. പിന്നെ അടുത്തോ അതല്ലാത്ത കോൺട്രാക്റ്റുകൾ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് POCM. ഇനി എന്താ പറയുന്നത്, നമ്മുടെ ഡിബഞ്ചർ പോലുള്ള ഡെറ്റ് സെക്യൂരിറ്റികൾ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി അല്ലെങ്കിൽ നമുക്ക് പ്രീമിയം കിട്ടി. ഡെറ്റ് സെക്യൂരിറ്റിയാണ്, വളരെ ശ്രദ്ധിക്കണേ, ഇക്വിറ്റി അല്ല. ഡെറ്റ് സെക്യൂരിറ്റിയുടെ ഡിസ്കൗണ്ടോ പ്രീമിയമോ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ സെക്യൂരിറ്റിയുടെ പീരീഡിലേക്ക് അക്രൂ ചെയ്യാൻ, എന്ന് വെച്ചാൽ അക്രൂയിങ് ഓവർ ദ പീരീഡ് ഓഫ് ദ സെക്യൂരിറ്റി. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഡിബഞ്ചർ മേടിച്ചപ്പം നിങ്ങൾക്ക് പ്രീമിയം തരാമെന്ന് പറഞ്ഞവർ, പ്രീമിയം ഓൺ റിഡംഷൻ ആയിട്ടുള്ള ഡിബഞ്ചറാണ്. ഇപ്പം നിങ്ങൾ ഡിബഞ്ചർ മേടിച്ച് 1 ലക്ഷം രൂപയ്ക്കാണ്, 5 വർഷം കഴിഞ്ഞ് റെഡീം ചെയ്യുന്നത് 1.5 ലക്ഷം രൂപയ്ക്കാണ്. എങ്കിൽ അവിടെ നിങ്ങളെ സംബന്ധിച്ച് 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ മേടിക്കുമ്പോൾ ഇൻട്രസ്റ്റ് എന്തായാലും കിട്ടും, അത് ഇൻട്രസ്റ്റ് ഇൻകം സെപ്പറേറ്റ്ലി വരും. പക്ഷേ 1 ലക്ഷം രൂപ ഡിബഞ്ചർ 5 വർഷം കഴിഞ്ഞ് റെഡീം ചെയ്യുമ്പോൾ 1.5 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ 50,000 രൂപ എക്സ്ട്രാ കിട്ടുന്ന പ്രീമിയമാണ്. ഈ 50,000 ഇൻകം നിങ്ങളുടെ ഇൻകം ആണല്ലോ, കാരണം 1 ലക്ഷം കൊടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന 1.5 ലക്ഷം നിങ്ങളുടെ ഇൻകം. ഈ 50,000 ഇൻകത്തിന് എങ്ങനെ ഓർഗനൈസ് ചെയ്യേണ്ടത്, ഓവർ ദ ലൈഫ് ഓഫ് ദ ഡിബഞ്ചർ. 5 വർഷത്തെ ഡിബഞ്ചറിൽ അപ്പോൾ 50,000 അല്ലേ പ്രീമിയം തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്, 50,000 ഡിവൈഡ് ബൈ 5, ഓരോ വർഷം 10 അങ്ങനെ 5 വർഷമായിട്ട് ഓർഗനൈസ് ചെയ്യണം. ഇപ്പോൾ 80,000 രൂപ കൊടുത്തപ്പം 1 ലക്ഷം രൂപ ഡിബഞ്ചർ കിട്ടി, റെഡീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഡിസ്കൗണ്ട് 20,000, 5 വർഷത്തെ ഡിബഞ്ചറാണ്. 20,000 ഡിവൈഡ് ബൈ 5, ഒരു വർഷം 4,000 രൂപ വെച്ച് നമുക്ക് ഇൻകമായിട്ട് കാണിക്കാം. അപ്പോൾ ഡെറ്റ് സെക്യൂരിറ്റിയുടെ ഡിസ്കൗണ്ടോ പ്രീമിയോ കിട്ടുമ്പോൾ ആ ഇൻവെസ്റ്ററെ സംബന്ധിച്ച്, ആ ഡെറ്റ് സെക്യൂരിറ്റി മേടിക്കുന്നവരെ സംബന്ധിച്ച് ആ കിട്ടുന്ന പ്രീമിയോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അവരുടെ ഇൻകമാണ്. അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത്, ഓവർ ദ ലൈഫ് ഓഫ് ദി ഡെറ്റ് സെക്യൂരിറ്റി ഓൺ എ അക്രൂയിങ് ഓവർ ദ പീരീഡ് ടു മെച്യൂരിറ്റി ഉള്ള പീരീഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് ഇൻകമായിട്ട് കാണിക്കുക. റോയൽറ്റിയെ സംബന്ധിച്ച് റീസണബിൾ സർട്ടനിറ്റി വേണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതൊരു ക്രൈറ്റീരിയ ഒന്നും അല്ല അവിടെ. പക്ഷേ ആസ് പെർ ടേംസ് ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ അവിടെ കിട്ടുമോ ഇല്ലെന്ന് ഉറപ്പൊന്നുമില്ല. റോയൽറ്റി എഗ്രിമെന്റ് എൻ്റർ ചെയ്ത് ടെക്നോളജിയോ പേറ്റന്റോ കോപ്പിറൈറ്റോ ഉപയോഗിക്കാൻ കൊടുത്തു, അവർ റോയൽറ്റി തന്നില്ലെങ്കിലും ഇൻകത്തി എടുത്തോളണം. ഭയങ്കര പ്രശ്നമാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ എഗ്രിമെന്റ് ഒക്കെ എൻ്റർ ചെയ്തെങ്കിലും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് നോക്കും വെർച്വൽ സർട്ടനിറ്റി, റീസണബിൾ സർട്ടനിറ്റി ഉണ്ടോ, അതിനകത്ത് എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കത്തില്ല, പോസ്റ്റ്പോൺ ചെയ്യും, റെക്കഗ്നൈസ് ചെയ്യത്തില്ല. പക്ഷേ ഇൻകം ടാക്സിൽ അങ്ങനെയല്ല അവർ പറയുന്നത്, റോയൽറ്റിയെ സംബന്ധിച്ച് ആസ് പെർ ടേംസ് ഓഫ് കോൺട്രാക്റ്റിൽ ഇന്ന ദിവസം റോയൽറ്റി ഡ്യൂ, എന്നാൽ പിന്നെ നീ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അൺനെസസറിലി ഇൻകം ഏർലി റെക്കഗ്നൈസ് ചെയ്യപ്പെടും ടാക്സിൽ. പലപ്പോഴും അക്കൗണ്ട്സിനകത്ത് എടുക്കാത്ത ഇൻകത്തിന് ടാക്സിനകത്ത് റെക്കഗ്നൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണത്. അതേസമയം നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് ഓഫ് ടാക്സ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ GST കിട്ടാൻ വൈകിയപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടി, GSTയുടെ റീഫണ്ടിൽ ഇൻട്രസ്റ്റ് കിട്ടി, ഡ്യൂട്ടി ഡ്രോബാക്കിൻ്റെ റീഫണ്ടിൽ ഇൻട്രസ്റ്റ് കിട്ടി, ഇൻകം ടാക്സിൻ്റെ റീഫണ്ട് ഇൻട്രസ്റ്റ് കിട്ടി. ഇതൊക്കെ ഇൻകം ആണല്ലോ നമ്മൾ. അപ്പോൾ ആ ഇൻകം സാധാരണ അതർ സോഴ്സിലൊക്കെയാണ് ഇതിൻ്റെ ഇൻകം എടുക്കാറ്. അപ്പോൾ ഈ ഇൻകം നമ്മൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യേണ്ടത്, അത് റെസീറ്റ് ബേസിൽ കാണിച്ചാൽ മതി. കാരണം കേസൊക്കെ ഡിസ്പ്യൂട്ടായി ഏറ്റവും അവസാനം റീഫണ്ട് കിട്ടിയത് കയ്യിൽ കിട്ടിയതിന് ശേഷം ഇൻകം ആയിട്ട് എടുത്താൽ മതി. പക്ഷെ അല്ലാത്ത എല്ലാ ഇൻട്രസ്റ്റിനെ സംബന്ധിച്ച് അക്രൂവൽ ബേസിസ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എത്രയാണോ ആ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് പുറത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യുക, അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുക. റീസണബിൾ സർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ ക്രൈറ്റീരിയ അല്ല. ദാറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് അല്ലെങ്കിൽ വെരി ബാഡ് ഡീവിയേഷൻ ഫ്രം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്.
വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അക്കൗണ്ടൻസിക്കകത്ത് റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ ഇല്ലാത്ത കേസുകളിൽ ഇൻട്രസ്റ്റ്, റോയൽറ്റി, ഡിവിഡൻഡ് തുടങ്ങി ഇൻകം റിക്കഗ്നൈസ് ചെയ്യത്തില്ല. പക്ഷേ ടാക്സ് ലോ പ്രകാരം ICDS 4 പ്രകാരം റീസണബിൾ സെർട്ടനിറ്റി ഫോർ അൾട്ടിമേറ്റ് കളക്ഷൻ ഒരു ക്രൈറ്റീരിയ അല്ല ഇൻട്രസ്റ്റ്, റോയൽറ്റി തുടങ്ങി ഇൻകം റിക്കഗ്നൈസ് ചെയ്യാൻ. അതുകൊണ്ട് എന്ത് പറ്റും? അക്കൗണ്ടൻസിൽ റിക്കഗ്നൈസ് ചെയ്യാതെ മാറ്റി വെക്കുന്ന ഇൻട്രസ്റ്റും റോയൽറ്റിയും ആ സെയിം ഫിനാൻഷ്യൽ ഇയറിൽ അക്കൗണ്ട്സിന് ഇൻകം ടാക്സിനകത്ത് PGBPക്കകത്ത് അല്ലെങ്കിൽ IFOസിൽ ഇൻകമായിട്ട് എടുക്കും. PGBP IFOസിന് ICDS ആപ്ലിക്കബിൾ ആണല്ലോ. വെരി ഡേഞ്ചറസ് കോൺസെപ്റ്റ്, റൈറ്റ്? വെരി ഡേഞ്ചറസ് കോൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന്. പിന്നെ ഡിസ്ക്ലോഷറിനെ പറ്റി പറയുന്നത്. ഡിസ്ക്ലോഷറിനെ പറ്റി ICDS 4 പറയുന്നത്, നിങ്ങൾ സർവീസ് കോൺട്രാക്റ്റിന് അത് 90 ഡേയ്സിന് താഴെയുള്ള കോൺട്രാക്റ്റ് ആണോ, ഇൻഡിറ്റർമിനേറ്റ് ആക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണോ, അത് ഡിസ്ക്ലോസ് ചെയ്യണം. പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ഏത് മെത്തേഡിലാണ് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ അളക്കുന്നത്, അതിൽ എത്ര ഈ വർഷം റിക്കഗ്നൈസ് ചെയ്തു, ഇനി എത്ര അവിടെ മാറ്റി വെച്ചിരിക്കുന്നത്, എത്ര വർക്ക് ഇനി തീരാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ പിന്നെ കുറച്ച് ഡിസ്ക്ലോഷറിൻ്റെ കാര്യം പറഞ്ഞാൽ ഡിസ്ക്ലോഷർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ അതിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ഉണ്ട്. ഇവിടുത്തെ ക്രിട്ടിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അക്കൗണ്ട്സിനകത്ത് അക്കൗണ്ട്സിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ഇൻകം റിക്കഗ്നൈസ് ചെയ്തില്ല. പക്ഷേ ICDS പ്രകാരം ഇൻകം എടുത്തു. അപ്പോൾ സബ്സിക്വൻ്റ്ലി അത് കിട്ടാതെ വരുമ്പോൾ എന്തായിട്ട് മാറും? ബാഡ് ഡെറ്റ്സ് ആയിട്ട് മാറും. ബാഡ് ഡെറ്റ്സ്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? ബുക്സിൽ ഡെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഇല്ല. അതെന്താ ബുക്കിൽ ഡെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാത്തത്? ബുക്കിൽ ഡെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുക്കിൽ എന്തുകൊണ്ട് ഡെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ട്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞു അവിടെ റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ ഇല്ല. റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഇൻകം എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ICDSൽ ചില ഇൻകത്തിന് റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ ഒരു ക്രൈറ്റീരിയ അല്ല. അപ്പോൾ എന്ത് പറ്റി? അങ്ങനെ പറ്റിയപ്പോൾ അക്കൗണ്ട്സിനകത്ത് ഡെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അക്കൗണ്ട്സിൽ നോ ഡെറ്റേഴ്സ്, അവിടെ ഡെറ്റേഴ്സ് ഇല്ല. പക്ഷേ ICDSൽ ഇവിടെ ഇൻകം എടുത്തു, പിന്നെ ബാഡ് ഡെറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യാണ്. സാധാരണഗതിയിൽ അണ്ടർ സെക്ഷൻ 36 പ്രകാരം ബാഡ് ഡെറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ റൈറ്റ് ഓഫ് ചെയ്താലല്ലേ ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് എന്ന് പറയാൻ പറ്റൂ. പക്ഷേ ഇവിടെ P&L അക്കൗണ്ടിൽ അക്കൗണ്ട്സിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. കാരണം അക്കൗണ്ടൻസിയിൽ ഡെറ്റേഴ്സേ ക്രിയേറ്റ് ചെയ്ത്, ഡെറ്റേഴ്സ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇൻകം റിക്കഗ്നൈസ് ചെയ്യുമ്പോഴല്ലേ ഡെറ്റേഴ്സ് വരുന്നത്. പാർട്ടി അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞ് ഇൻകത്തിൽ എടുക്കരുതെന്ന്. അവിടെ നമ്മൾ പാർട്ടി അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം എടുത്തില്ല. അപ്പോൾ ബുക്കിൽ ഡെറ്റേഴ്സ് ഉണ്ടായില്ല. അപ്പോൾ ബുക്കിൽ റൈറ്റ് ഓഫ് എന്നൊരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. പക്ഷേ ടാക്സിൽ നമ്മൾ ആ കൊല്ലം പിന്നെ റീസണബിൾ സെർട്ടനിറ്റി ഓഫ് അൾട്ടിമേറ്റ് കളക്ഷൻ ക്രൈറ്റീരിയ അല്ലാത്തതുകൊണ്ട് ICDS പ്രകാരം ഇൻകത്തിലെടുത്തു. എന്നിട്ട് ടാക്സ് കമ്പ്യൂട്ടേഷനിൽ മാത്രം ആഡ് ചെയ്തു, ബുക്സിലില്ല. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ ആഡ് ചെയ്ത ഇൻകം അവൻ്റെ അടുത്ത് ചോദിച്ച് അവൻ പോടാന്ന് പറഞ്ഞ്, ബാഡായി. ബുക്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല. പക്ഷേ ബുക്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ലെങ്കിലും സെക്ഷൻ 36 പറഞ്ഞു ICDS 4 പ്രകാരം നിങ്ങൾ ടാക്സിൻ്റെ പർപ്പസിന് മാത്രം ആഡ് ചെയ്ത ഇൻകം പിന്നെ കിട്ടാതെ വന്നാൽ നിങ്ങൾക്ക് ബാഡ് ഡെറ്റ്സ് ആയിട്ട് തരാം, ഈവൻ ദോ ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് റിട്ടേൺ ഓഫ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾ ആക്ച്വലി റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് റൈറ്റ് ഓഫ് ആയിട്ട് തരാമെന്ന് സെക്ഷൻ 36. അപ്പോൾ അത് സെക്ഷൻ 36 PGBPയിലെ 36 ICDS 4 തമ്മിൽ വരുന്നൊരു കണക്ഷനാണ്. ഇത് ശരിക്കും 36ൻ്റെ താഴെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കണം, ഈ പോയിന്റ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ICDS 4ൻ്റെ ആസ്പെക്റ്റിലാണ് ഈ ഒരു ഇഷ്യൂ പലപ്പോഴും വരുന്നത്. അപ്പോൾ പിന്നെ ബുക്കിൽ ഡെറ്റേഴ്സ് ഇല്ല, ബുക്കിൽ ഡെറ്റേഴ്സ് ഇല്ല, നോ ഡെറ്റേഴ്സ് ഇൻ ബുക്കിനകത്ത് ഡെറ്റേഴ്സ് ഇല്ല. പക്ഷേ ICDSൽ ഡെറ്റേഴ്സ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബുക്കിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സാധാരണ ബുക്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ബുക്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ലെങ്കിലും നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഇപ്പം നോട്ട് കവേഴ്സ് റിക്കഗ്നിഷൻ പ്രൊവൈഡഡ് ഇൻ അതർ IC. അപ്പം ഇവിടെ പിന്നെ ഈവൻ ദോ ബാഡ് ഡെറ്റ്സ് ഹാസ് നോട്ട് ബീൻ റിട്ടേൺ ഓഫ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബട്ട് ഏർലിയർ ഇൻകം ഹാസ് ബീൻ കൺസിഡേർഡ് അണ്ടർ ICDS, then subsequently if that income become irrecoverable, bad debts will be allowed even though actually it is not written off in the books. ഇത് ICDSമായി ബന്ധപ്പെട്ട് സെക്ഷൻ 36 വരുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ICDS 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചാൽ ICDS 1 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2-നകത്ത് ആ ഫേമിൻ്റെ ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. എന്താ പറയുക, ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം ആൻഡ് LLP, ക്ലോസിംഗ് സ്റ്റോക്ക് മസ്റ്റ് ബി വാല്യൂഡ് അറ്റ് ഫെയർ NRV. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രമാണ് മെയിനായിട്ട് ICDS 2 ഇമ്പോർട്ടൻറ്റ്. ICDS 3 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ICDS 4 ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 1, 3, 4 ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇതുവരെ ഉള്ളിൽ ICDS 2 മാത്രമാണ് അത്ര ഭയങ്കര ഡേഞ്ചർ അല്ലാതെ എല്ലാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെഷനിൽ അവിടുത്തെ ICDS 5 അൺഇമ്പോർട്ടൻ്റ് ആണ്. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്സ് പ്രത്യേകിച്ചൊന്നുമില്ല, തികച്ചും അൺഇമ്പോർട്ടൻ്റ് ആണ്. 6 ഫോറിൻ എക്സ്ചേഞ്ച് തികച്ചും അൺഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര കാര്യമായിട്ടൊന്നും അതിനകത്തില്ല. 7 പ്രശ്നമാണ്, ഗവൺമെൻറ് ഗ്രാൻഡ് പഠിക്കണം. 8 അത്ര പ്രശ്നമല്ല, 8 പ്രശ്നമാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പ്രശ്നമാണ്, നല്ല പ്രശ്നമാണ്. 9 ബോറോയിങ് കോസ്റ്റ് പ്രശ്നമല്ല. 10 കണ്ടിജൻസ് അസറ്റ്സ് പ്രശ്നമാണ്, പ്രൊവിഷൻ കണ്ടിജൻ ലെവലിൽ 10 ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ അടുത്ത സെഷനിലൊക്കെ ബാക്കി ICDS നോക്കാം. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് എ വെരി ഗുഡ് ഐഡിയ ഓൺ ICDS ഫോർ റവന്യൂ റെഗുലേഷൻ.